നമസ്കാരം, സ്വാഗതം ഫസ്റ്റ് റൗണ്ട് അപ്പിലേക്ക്. ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതിയുടെ സ്റ്റേ. വിശദമായ വാർത്തകൾ നോക്കാം. പ്രധാന വാർത്തകൾ ആദ്യം. Today's headlines brought to you by ആന എഴുന്നള്ളിപ്പ് നിയന്ത്രിച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. മാർഗരേഖയിലെ നിർദ്ദേശങ്ങൾ നിലവിലെ നിയമങ്ങൾക്ക് വിരുദ്ധമെന്ന് കോടതി. നിലവിലെ ചട്ടമനുസരിച്ച് എഴുന്നള്ളിപ്പാകാം. തൃശൂർ പൂരത്തിന്റെ തടസ്സം നീങ്ങി. എം.ആർ. അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിൽ മന്ത്രിസഭാ തീരുമാനത്തിന് കീഴടങ്ങി സിപിഐ നേതൃത്വം. അജിത്തിന്റെ അർഹത അംഗീകരിച്ച സർക്കാർ നടപടി സാങ്കേതികമെന്ന ബിനോയ് വിശ്വം. എല്ലാ സാങ്കേതിക ശരികളും രാഷ്ട്രീയ ശരികളല്ലെന്ന് ദുർബല പ്രതിരോധം. മന്ത്രിസഭാ തീരുമാനം ഏകകണ്ഠമെന്ന GR അനിൽ. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡില് CMRL എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്നും കോടാനുകോടി രൂപ വീണ വിജയൻ വാങ്ങിയത് കൂടാതെ പിണറായി വിജയനും വാങ്ങിയെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം അടിവരയിടുന്ന സ്റ്റേറ്റ്മെന്റാണ് SFIയുടെ അഭിഭാഷകന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. മാസപ്പടി വിവാദത്തിൽ വീണ മാത്രമല്ല പിണറായിയും പണം വാങ്ങിയതായി തെളിഞ്ഞെന്ന് മാത്യു കുഴൽനാടൻ. SFIയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് കോൺഗ്രസ് പറഞ്ഞ അതേ കാര്യങ്ങൾ. മുഖ്യമന്ത്രിക്കും മകൾക്കും പരിചയ ഒരുക്കിയ CPMന്റെ നിലപാടറിയാൻ ആഗ്രഹം. ഭീകരബന്ധം പറഞ്ഞ SFIU അന്വേഷണം നീട്ടുന്നത് ടോം ആൻഡ് ജെറി ഷോയ്ക്കെന്നും പരിഹാസം. ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം എയ്ഡഡ് അധ്യാപകരിലേക്ക്. യൂട്യൂബ് ചാനലിൽ ക്ലാസ് എടുത്തവർ സംശയ നേടലിൽ. MS സൊല്യൂഷനെതിരെ പരാതി നൽകിയ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തി. സൈലത്തിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പരാതി. സൈലത്തെപ്പറ്റിയുള്ള ആരോപണങ്ങൾക്ക് മറുപടി നൽകാതെ മന്ത്രി V ശിവൻകുട്ടി. MSFന്റെ കോഴിക്കോട് DD ഓഫീസ് മാർച്ചിൽ സംഘർഷം. മുണ്ടക്കൈ ദുരന്തബാധിതരോട് KSFയുടെ കടും കൈ. സർക്കാരിന്റെ വാടക വീട്ടിൽ കഴിയുന്നവർക്ക് വായ്പാ തിരിച്ചടവിന് നോട്ടീസ് നൽകി. വിവാദമായതോടെ ഓട്ടോമാറ്റിക് സംവിധാനമെന്ന ന്യായം പറഞ്ഞ് KSF. നടപടി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയെന്ന ചെയർമാൻ K. വരദരാജൻ. പാവങ്ങളുടെ ക്ഷേമ പെൻഷൻ കൈയിട്ട് വാരിയ വമ്പന്മാരെ തൊടാതെ നടപടി. പാർട്ട് ടൈം ജീവനക്കാരിൽ ഒതുങ്ങി. മണ്ണ് സംരക്ഷണ വകുപ്പിലെ 4 സ്വീപ്പർമാരടക്കം 6 പേർക്ക് സസ്പെൻഷൻ. തട്ടിപ്പ് നടത്തിയവരിൽ നിന്ന് 18% പലിശയോടെ പണം തിരികെ പിടിക്കും. സർക്കാർ ചെറുവിരലെങ്കിലും അനക്കിയത് പെൻഷൻ തട്ടിപ്പ് മീഡിയ 1 പുറത്തു കൊണ്ടുവന്നതോടെ. ആന എഴുന്നള്ളിപ്പ് നിയന്ത്രിച്ചുള്ള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ നിലവിലെ നിയമം പാലിച്ചല്ലെന്ന നിരീക്ഷണത്തോടെയാണ് സ്റ്റേ. ഇപ്പോഴുള്ള ചട്ടപ്രകാരം എഴുന്നള്ളിപ്പ് നടത്താനുള്ള അനുമതിയും സുപ്രീം കോടതി നൽകി. ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണത്തിനെതിരെ ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഉത്തരവ്. സ്റ്റേ അനുവദിച്ചതോടെ തൃശൂർ പൂരത്തിനുള്ള തടസ്സം നീങ്ങി. തൗഫീഖ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, ആന എഴുന്നള്ളിപ്പിൽ മായി ബന്ധപ്പെട്ട ഹൈക്കോടതിയാണ് ഒരു ഉത്തരവ് ഇറക്കിയിരുന്നത്. എന്തായാലും അതിനിപ്പോൾ സുപ്രീം കോടതി സ്റ്റേ നൽകിയിരിക്കുന്നു. അതായത് ഇനിയിപ്പോൾ നിയന്ത്രണങ്ങൾ ബാധകമല്ല, തൃശൂർ പൂരത്തിനുള്ള തടസ്സം നീങ്ങിയിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്? അജിൽസി, തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളെല്ലാം ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുകയാണ്. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾക്കാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട്, ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തൃശൂർ പൂരം നടത്തുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയാണെന്നാണ് ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മൃഗസംരക്ഷണ ആചാരങ്ങളെ ബാധിക്കരുതെന്ന് പറഞ്ഞ സുപ്രീം കോടതി ചട്ടങ്ങൾ പാലിച്ച് തൃശൂർ പൂരത്തിലെ ആന എഴുന്നള്ളിപ്പ് നടത്താമെന്നുകൂടി
കൂടി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ചില ചട്ടങ്ങളുണ്ട്, അത് പാലിച്ചുകൊണ്ട് വേണം ഈ ആനയെഴുന്നള്ളിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താമെന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. മൃഗങ്ങളുടെ സംരക്ഷണം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അത് ആചാരങ്ങളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കില്ല എന്ന് കൂടി കോടതി പറയുകയുണ്ടായി. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ആന പരിപാലന ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്നും അപ്രായോഗികമാണെന്നുമാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. 3 മീറ്റർ അകലം പാലിച്ചുകൊണ്ട് വേണം ആനകൾ നടക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെങ്ങനെ ആനകളെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി ഇന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ദേവസ്വങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അവർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ദേവസ്വങ്ങൾക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിലായിരുന്നു കോടതിയിൽ ഹാജരായത്. കേരളത്തെ കൂടാതെ മറ്റു സംസ്ഥാനങ്ങളിലും ഈ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് കോടതിയിൽ കപിൽ സിബിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. തുടർന്നായിരുന്നു PV നാഗരത്ന ദേവസ്വങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇനിയിപ്പോൾ എന്തായാലും ആശങ്കകൾ ഉന്നയിക്കുകയാണ്. ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ആനയെഴുന്നള്ളിപ്പ് ഉൾപ്പെടെ നടത്താം. സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒപ്പം എതിർകക്ഷികൾക്കും സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി സുപ്രീം കോടതി വിഷയത്തിൽ പറഞ്ഞത്, ഈ എഴുന്നള്ളിപ്പിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദേവസ്വങ്ങൾക്കായിരിക്കുമെന്ന് കൂടി PV നാഗരത്ന പറഞ്ഞു. ശരി. ജോയിന്റ് സെക്രട്ടറി തിരുവമ്പാടി. പി ശശിധരൻ വക്കീല. മറ്റു വാർത്തകളിലേക്കാണ്. മാസപ്പടി വിവാദത്തിൽ വീണ മാത്രമല്ല പിണറായി വിജയനും പണം വാങ്ങിയതായി തെളിഞ്ഞെന്ന് മാത്യു കുഴൽനാടൻ MLA. കോൺഗ്രസ് തുടക്കത്തിലെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് SFIയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. മുഖ്യമന്ത്രിക്കും മകൾക്കും പ്രതിരോധം തീർത്ത CPMന്റെ നിലപാട് അറിയാൻ ആഗ്രഹമുണ്ട്. ഭീകരബന്ധം പറഞ്ഞ് SFIO അന്വേഷണം നീട്ടുന്നത് ടോം ആൻഡ് ജെറി ഷോയ്ക്കാണെന്നും മാത്യു കുഴൽനാടന്റെ പരിഹാസം. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡില് CMRL എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്നും കോടാനുകോടി രൂപ വീണ വിജയൻ വാങ്ങിയത് കൂടാതെ പിണറായി വിജയനും വാങ്ങിയെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം അടിവരയിടുന്ന സ്റ്റേറ്റ്മെന്റാണ് SFIയുടെ അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ SFIO ആയി ED ആയി CBI ആയി ഈ അന്വേഷണ ഏജൻസികളെ വെച്ച് ഈ ജെറിപ്പൂച്ചയുടെ അവസ്ഥയിലാണ് പിണറായി വിജയൻ. ജെറിപ്പൂച്ചയുടെ അവസ്ഥയിൽ നിൽക്കുന്ന പിണറായി വിജയൻ എപ്പോൾ വേണമെങ്കിലും എനിക്ക് പിടിവീഴാമെന്നുള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന അവസ്ഥയിലാണ്. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ കൂടി ആരോപണം ഉന്നയിക്കുകയാണ്. വീണ മാത്രമല്ല, മുഖ്യമന്ത്രിയും പണം വാങ്ങിയിരിക്കുന്നു. PV താനല്ല എന്ന് പറയാൻ കഴിയുമോ? വീണ്ടും ആവർത്തിച്ച കാര്യം പറയാൻ കഴിയുമോ? തുടങ്ങിയ വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട് മാത്യു കുഴൽനാടൻ. എന്തൊക്കെ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്? ജിൽസി, ഇത് ആദ്യമായിട്ടൊന്നുമല്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ T വീണയ്ക്കുമെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം, അതായത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRലും എക്സാലോജിക്കും നടത്തി വരുന്ന കാര്യങ്ങളിൽ ആദ്യം മുതൽ മാത്യു കുഴൽനാടനും കോൺഗ്രസും പറയുന്ന കാര്യങ്ങൾ വെറുമൊരു ആരോപണം മാത്രമല്ല, അതിനകത്ത് വസ്തുതയുണ്ട്. അത് പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് SFIയുടെ അഭിഭാഷകൻ ഇന്നലെ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചത് എന്നുള്ള കാര്യമാണ് മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് ആ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ PV താനല്ല എന്ന് ഒരിക്കൽ കൂടി പറയാനുള്ള ആർജവമുണ്ടോ എന്നുള്ള കാര്യമാണ് മാത്യു കുഴൽനാടൻ ചോദിക്കുന്നത്. പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നു നിന്നുകൊണ്ട് തൻ്റെ കൈകൾ ശുദ്ധമാണ്, താനല്ല PV എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരിക്കൽ കൂടി പറയാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി മാത്യു കുഴൽനാടൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറയാത്തിടത്തോളം കാലം അതിനകത്ത് പിണറായി വിജയൻ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മാത്യു കുഴൽനാടൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അതായത് മുഖ്യമന്ത്രിക്കും മകൾക്കും ആദ്യഘട്ടം മുതൽ സംരക്ഷണം ഒരുക്കുന്ന ഒരു ഗതികേടിലാണ് CPM എന്നുള്ള വിമർശനം കൂടി മാത്യു ഉന്നയിക്കുന്നുണ്ട്. ഇതിനകത്ത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും കഴുത്തിൽ ചെങ്ങലയിട്ട് നരേന്ദ്രമോദി നിയന്ത്രിക്കുകയാണ്. അതിന് സംരക്ഷണം ഒരുക്കി കൊടുക്കുന്ന രീതിയാണ് CPMനുള്ളതെന്നുള്ള കൂടി മാത്യു കുഴൽനാടൻ വിമർശിക്കുന്നുണ്ട്. എന്തായാലും ഈ CMRL എക്സാലോജിക്കിന് പണം കൊടുത്തത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം SFIയുടെ റിപ്പോർട്ടിൽ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തതിനകത്ത് പറയുന്നുണ്ട്. ആ രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനാണ്
എന്നുള്ള കാര്യമാണ് മാത്യു കൊളിനാടൻ പറയുന്നത്. ജിൽസി. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം എയ്ഡഡ് സ്കൂൾ അധ്യാപകരിലേക്കും. വിദ്യാഭ്യാസ പോർട്ടലുകളിൽ ക്ലാസ് എടുക്കുന്ന എയ്ഡഡ് അധ്യാപകരുടെ വിവരം ക്രൈംബ്രാഞ്ച് ശേഖരിക്കുകയാണ്. അതിനിടെ MS സൊല്യൂഷൻസ് അശ്ലീല പരാമർശം നടത്തിയെന്ന പരാതിയിൽ കൊടുവള്ളി പോലീസ് മെറ്റയിൽ നിന്ന് വിവരങ്ങൾ തേടി. കോഴിക്കോട് ജില്ലയിലെ ചില എയ്ഡഡ് സ്കൂൾ അധ്യാപകർ ചില പ്രമുഖ വിദ്യാഭ്യാസ പോർട്ടലുകളിൽ ക്ലാസ് എടുക്കുന്ന വിവരം പോലീസിന് മുന്നിൽ വന്നിട്ടുണ്ട്. ചില അധ്യാപകർ ക്ലാസ് എടുക്കാൻ സഹായിക്കുന്നതുമുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച ഈ അധ്യാപകർ വഴിയാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ പോർട്ടലുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നത്. അധ്യാപകരുടെ വിവരം ലഭിക്കുന്നവർക്ക് അധ്യാപകരുടെ മൊഴി ക്രൈംബ്രാഞ്ച് എടുക്കും. MS സൊല്യൂഷൻസിനെതിരെ നേരത്തെ പരാതി നൽകിയ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ മൊഴി ക്രൈംബ്രാഞ്ച് ഇന്നലെ എടുത്തിരുന്നു. ചോദ്യപേപ്പർ ചോർന്നുവെന്ന് സംശയിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് വിശദമായി ചോദിച്ചറിഞ്ഞു. ലഭ്യമായ വിവരങ്ങൾ വിശകലനം ചെയ്ത ശേഷം MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനിടെ MS സൊല്യൂഷൻസിന്റെ വീഡിയോയിൽ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടെന്ന വിദ്യാർത്ഥി സംഘങ്ങളുടെ പരാതിയിൽ കൊടുവള്ളി പോലീസ് നടപടി തുടങ്ങി. വീഡിയോയുടെ വിവരങ്ങൾ തേടി പോലീസ് മെറ്റയെ സമീപിച്ചു. മീഡിയ 1 കോഴിക്കോട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉന്നതരെ തൊടാൻ വിദ്യാഭ്യാസ വകുപ്പിന് മടിയെന്ന ആക്ഷേപം. സൈലം എന്ന പോർട്ടലിനെതിരായ പരാതി സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒഴിഞ്ഞുമാറി. സൈലം ഉൾപ്പെടെയുള്ള ഉന്നതരെ രക്ഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രമിക്കുന്നുവെന്ന് MSF ആരോപിച്ചു. 10ാം ക്ലാസ് കെമിസ്ട്രി പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായി സൈലം നൽകിയതിൽ ഭൂരിഭാഗവും ഇന്നലെ നടന്ന പരീക്ഷയിൽ വന്നുവെന്നാണ് ആരോപണം. ചോദ്യപേപ്പർ ചോർന്നതാകാമെന്നും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് ഫിജാസ് കൊടുവള്ളി പോലീസിലും DDEക്കും പരാതി നൽകി. ഇന്നലെ MS സൊല്യൂഷൻ CEO ഷുഹൈബും സൈലത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. അതേസമയം സൈലത്തിനെതിരെ ആരോപണത്തിൽ പ്രതികരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തയ്യാറായില്ല. ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോ അവര് 10 സമ്മേളനമുണ്ടോ? ഇവരുടെ ഒരു കമ്പനി ഉടമ ഒരു കാര്യം പറഞ്ഞിരുന്നു. സൊല്യൂഷന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടിനെതിരെ MSF രംഗത്തെത്തി. ഇവിടുത്തെ സൈലം ഉൾപ്പെടെയുള്ള MS സൊല്യൂഷൻ ഉൾപ്പെടെയുള്ള സകല ചോദ്യ പേപ്പർ വീരന്മാരെയും കേരളത്തിന്റെ പൊതുനിരത്തിൽ ഞങ്ങൾ തുറന്നു കാട്ടുക തന്നെ ചെയ്യുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് തിരിച്ചടവ് നോട്ടീസ് അയച്ച് KSFE. P. സൗജത്ത്, M. മിന്നത്ത് എന്നിവർക്കാണ് നോട്ടീസ് ലഭിച്ചത്. എന്നാൽ അബദ്ധം സംഭവിച്ചതാണെന്നും ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ അയച്ച നോട്ടീസാണെന്നുമാണ് KSFE വിശദീകരണം. നടപടി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതായി KSFE ചെയർമാൻ K. വരദരാജൻ പറഞ്ഞു. ദുരന്തത്തെ തുടർന്ന് താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിൽ കഴിയുന്ന ചൂരൽമല സ്വദേശികളായ സൗജത്ത്, മിന്നത്ത് എന്നിവർക്കാണ് KSFEയുടെ തിരിച്ചടവ് നോട്ടീസ് ലഭിച്ചത്. 5000 രൂപ വീതമുള്ള 12 തവണകൾ മുടങ്ങിയിട്ടുണ്ടെന്നും ഇത് അടിയന്തരമായി തിരിച്ചടയ്ക്കണമെന്നുമാണ് M. മിന്നത്തിന് നവംബർ 30 ലഭിച്ച നോട്ടീസ്. P. സൗജത്തിന് സെപ്റ്റംബർ 12 സമാന സ്വഭാവത്തിലുള്ള നോട്ടീസ് ലഭിച്ചിരുന്നു. എന്നാൽ സംഭവിച്ചത് അബദ്ധമാണെന്നും പണം തിരിച്ചുപിടിക്കാൻ തീരുമാനങ്ങളൊന്നുമില്ലെന്നും KSFE മേപ്പാടി ബ്രാഞ്ച് മാനേജർ K. തോമസ് പ്രതികരിച്ചു. അതൊരു കമ്പ്യൂട്ടർ ജനറേറ്റർ ആണ്. അതൊരു അബദ്ധത്തില് പോയതാണ്. അബദ്ധത്തില് അയച്ചു പോയതാണ്. കസ്റ്റമറെ അഡ്രസ് ഒന്നും ശ്രദ്ധിക്കാതെ അയച്ചു പോയതാണ്. അത് കമ്പ്യൂട്ടർ ജനറേറ്റർ ആയതുകൊണ്ട് അങ്ങനെ പോയതാണ്. നടപടി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതായും എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയതായും KSFE ചെയർമാൻ K. വരദരാജനും പറഞ്ഞു. ഇപ്പോഴിങ്ങനെ ഒരു സംഭവം നടന്നതായി ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് നിർത്തിവെക്കും. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാനായിട്ട് കോഴിക്കോട് റൂറൽ AGMനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 പേർക്ക് നോട്ടീസ് നൽകിയതോടെ ആശങ്കയിലായ KSFE ഉപഭോക്താക്കൾ അധികൃതരുടെ വിശദീകരണം വന്നതോടെ ആശ്വാസത്തിലാണ്. മീഡിയ 1 വയനാട്. സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി ആരംഭിച്ചു. മണ്ണ് സംരക്ഷണ വകുപ്പിൽ 6 പേരെ സസ്പെൻഡ് ചെയ്തു. ഇവരിൽ നിന്ന് പണം തിരികെ പിടിക്കും. മീഡിയ 1 ഇംപാക്ട്. 1458 സർക്കാർ ജീവനക്കാർ അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുവെന്നാണ് ധനവകുപ്പിന്റെ കണ്ടെത്തൽ.
ഇവരുടെ പട്ടിക അതാത് വകുപ്പുകൾക്ക് കൈമാറി വകുപ്പ് തല അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ധനവകുപ്പ് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പുകൾ അച്ചടക്ക നടപടി തുടങ്ങിയത്. മണ്ണ് സംരക്ഷണ വകുപ്പ് വിജിലൻസ് സെല്ലിലെ 6 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഡയറക്ടറാണ് ഉത്തരവിറക്കിയത്. ഇതിൽ 4 പേർ പാർട്ട് ടൈം സ്വീപ്പർമാരാണ്. ഒരാൾ വർക്ക് സൂപ്രണ്ടും മറ്റൊരാൾ അറ്റൻഡറുമാണ്. ഇവർ കൈപ്പറ്റിയ തുക 18% പിഴപ്പലിശയോടെ തിരികെ പിടിക്കും. നിലവിൽ അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ. ഇവരുടെ വിശദീകരണം കൂടി കേട്ട ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. വരും ദിവസങ്ങളിൽ മറ്റു വകുപ്പുകളും സമാനമായ നടപടികളിലേക്ക് നീങ്ങും. പൊതുവിതരണ രംഗത്തും അനർഹരായിട്ടുള്ള നിരവധി ആളുകൾ മുൻഗണനാ കാർഡ് കൈവശം വച്ചിരുന്നു. അനർഹരായിട്ടുള്ള ആളുകളെ അത്തരം നിലപാട് തന്നെയാണ് ഗവൺമെന്റ് സ്വീകരിക്കാറുള്ളത്. സർക്കാർ ജീവനക്കാരല്ലാത്ത അനർഹരെ കണ്ടെത്താനുള്ള പരിശോധനയും തുടങ്ങിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. എം.ആർ. അജിത് കുമാറിനെ DGP ആക്കുന്ന നടപടി രാഷ്ട്രീയമായി ശരിയല്ലെന്ന് CPI. സർവീസ് അർഹതയെ സാങ്കേതികമായി അംഗീകരിക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത്. എല്ലാ സാങ്കേതിക ശരികളും രാഷ്ട്രീയ ശരികളല്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. DGPയായി സ്ഥാനക്കയറ്റം നൽകരുതെന്ന് CPI ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിസഭാ തീരുമാനം ഏകകണ്ഠമെന്ന് മന്ത്രി G.R. അനിലും പറഞ്ഞു. സർവീസിൽ ന്യായമായി ലഭിക്കേണ്ടുന്ന ഒരു പ്രൊമോഷൻ്റെ പുതിയ ഘട്ടം വരുമ്പോഴത്തേക്കും എന്നേക്കുമായിട്ട് ഒഴിവാക്കണം എന്നല്ല. സാങ്കേതികമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി കൂടി ആ കമ്മിറ്റി നാനാവശങ്ങളും ഫയലുമെല്ലാം പഠിച്ചു തീരുമാനം കൈക്കൊണ്ടു. ആ തീരുമാനം സാങ്കേതികമായി ശരിയാണ്. സാങ്കേതികമായ തീരുമാനം ശരിയാണ്. പക്ഷേ എല്ലാ സാങ്കേതിക ശരികളും എല്ലായ്പ്പോഴും രാഷ്ട്രീയ ശരിയാകണമെന്നില്ല. അത് ആണ് CPIയുടെ നിലപാട്. ഇല്ല, അത് ക്യാബിനറ്റ് യുനാനിമസായി എടുത്തൊരു തീരുമാനമാണ്. ക്യാബിനറ്റിൻ്റെ മുന്നിൽ വരുന്ന ഇത്തരം വിഷയങ്ങളിൽ അതിനൊരു പ്രസിഡൻ്റ് ഉണ്ട്. ആ പ്രസിഡന്റ് അനുസരിച്ച് ഒരാളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പാർട്ടി സെക്രട്ടറിയോട് നിങ്ങൾ ചോദിക്കുക. മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തമാക്കാനുള്ളത് ഇത് ക്യാബിനറ്റിൻ്റെ യുനാനിമസായ തീരുമാനമാണ്. സെയ്ഫ് സൈൻലാബ്ദീനുണ്ട് വിവരങ്ങൾ നൽകാനായി. സെയ്ഫ്, എന്തായാലും എം.ആർ. അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാത്തതിൽ വലിയ സമ്മർദ്ദം ചെലുത്തിയ ഭരണകക്ഷിയാണ് CPI. എന്നാൽ ഇപ്പോഴത്തെ ആ രാഷ്ട്രീയതയിലും സാങ്കേതികതയിലുമുണ്ട് CPM അനുഭവിക്കുന്ന നിലപാട് പ്രതിസന്ധി. CPI അനുഭവിക്കുന്ന നിലപാട് പ്രതിസന്ധി. ജിൽസി, അതിനകത്ത് ഒരു വാചകം നമ്മൾ ശ്രദ്ധേയമായി നോക്കിക്കാണണം എന്ന് തോന്നുന്നു. എല്ലാ സാങ്കേതിക ശരികളിലും എല്ലാ രാഷ്ട്രീയ ശരികളല്ല എന്ന് പറയുന്ന ഒരു വാചകം CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട്. അതായത് സാങ്കേതികമായി നിങ്ങളെടുത്ത തീരുമാനം ശരിയായിരിക്കാം, പക്ഷേ രാഷ്ട്രീയമായി അതിനകത്തൊരു ശരികേടുണ്ട് എന്ന നിലപാട് CPI പറയുന്നുണ്ട്. അദ്ദേഹത്തെ ADGP സ്ഥാനത്ത് നിന്ന് DGPയായി സ്ഥാനക്കയറ്റം നൽകുന്നതിന് ഏതെങ്കിലും ഘട്ടത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണം എന്ന ആവശ്യമാണ് CPI മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് അംഗീകരിച്ചു. അതേസമയം തന്നെ DGPയായി സ്ഥാനക്കയറ്റം നൽകിയതിലുള്ള ഒരു വിയോജിപ്പ്, അത് വലിയ രീതിയിലുള്ള അതൃപ്തി എന്ന് പറയാൻ കഴിയില്ല, അങ്ങനെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട് CPI. അത് അദ്ദേഹത്തിൻ്റെ ആ വാചകത്തിൽ തന്നെയുണ്ട്. അത് രാഷ്ട്രീയമായി ശരിയല്ല എന്ന വാചകം. സാങ്കേതികമായിട്ട് വിവിധ തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാങ്കേതികമായി അത് ശരിയായിരിക്കാം, പക്ഷേ ഒരു രാഷ്ട്രീയ ശരികേട് അതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നുണ്ട്. ആ പരസ്യമായ പ്രകടനം ഇനി LDF യോഗത്തിലേക്ക് വരുമ്പോൾ അവരത് പ്രകടിപ്പിക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു അതൃപ്തി CPMന്റെ മുന്നിലേക്ക് CPI ഇതുവരെ വെച്ചതായി നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നില്ല. മന്ത്രിസഭാ യോഗത്തിൽ ചില മന്ത്രിമാർ, CPIയുടെ മന്ത്രിമാർ ഇതിനകത്ത് വിയോജിപ്പ് രേഖപ്പെടുത്തിയ തരത്തിലുള്ള ചില വിവരങ്ങൾ, ചില സൂചനകൾ ലഭിച്ചിരുന്നു. അത് നമുക്ക് അത് പൂർണ്ണതോതിൽ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ കഴിയാത്തത്. പക്ഷേ ഒരു വിയോജിപ്പിന്റെ സ്വരം CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിലുണ്ട്. ജിൽസി, ശരി. സെയ്ഫ് സൈൻലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ മേഖലയിലെ ചൂഷണം തടയാൻ നോഡൽ ഓഫീസറുടെ അധികാര പരിധി വർദ്ധിപ്പിച്ച് ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകാത്തവർക്കും നോഡൽ ഓഫീസറെ സമീപിക്കാം. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരായ നിർമ്മാതാവിന്റെ ഹർജിയിൽ കക്ഷി ചേരാൻ നടി രഞ്ജിനി കോടതിയിൽ അപേക്ഷ നൽകി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്ന സ്പെഷ്യൽ ബെഞ്ചാണ് നോഡൽ ഓഫീസറുടെ അധികാര പരിധികൾ വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കിയത്. ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകാത്തവർക്കും നോഡൽ ഓഫീസറെ സമീപിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 50 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തുവെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. 4 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് കോടതിയിൽ നൽകി. റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരായ നിർമ്മാതാവിന്റെ ഹർജിയിൽ കക്ഷി ചേരാൻ നടി രഞ്ജിനി കോടതിയിൽ അപേക്ഷ നൽകി. റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്നാവശ്യപ്പെട്ടാണ് രഞ്ജിനിയുടെ അപേക്ഷ. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തടസ്സ ഹർജിയിൽ വാദം കേൾക്കാൻ വിവരാവകാശ കമ്മീഷൻ തീരുമാനിച്ചു. കമ്മീഷണർ ഡോക്ടർ അബ്ദുൾ ഹക്കീമാണ് ഹർജി പരിഗണിക്കുക. മീഡിയ 1 കൊച്ചി.
പത്തനംതിട്ട മുറിഞ്ഞകല്ലിൽ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാരം പുരോഗമിക്കുന്നു. മത്തായി ഈപ്പന്റെയും നിഖിലിന്റെയും അനുവിന്റെയും മൃതദേഹങ്ങൾ കുടുംബക്കല്ലറയിലും ബിജുവിന്റെ മൃതദേഹം മറ്റൊരു കല്ലറയിലുമാണ് അടക്കം ചെയ്യുന്നത്. മലേഷ്യയിൽ ഹണിമൂൺ ആഘോഷത്തിന് പോയി മടങ്ങി വന്ന നിഖിലിനെയും അനുവിനെയും ഞായറാഴ്ച പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോഴായിരുന്നു അപകടം. കഴിഞ്ഞ മാസം 30-നായിരുന്നു അനുവിന്റെയും നിഖിലിന്റെയും വിവാഹം നടന്നത്. കൊച്ചി വെണ്ണലയിൽ അമ്മയെ മകൻ ആരുമറിയാതെ വീട്ടുമുറ്റത്ത് കുഴിച്ചുമൂടി. വെണ്ണല സ്വദേശിനി 78-കാരിയായ അല്ലിയാണ് മരിച്ചത്. മകൻ പ്രദീപിനെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. പുലർച്ചെ വെണ്ണലയിലെ വീട്ടുമുറ്റത്ത് പ്രദീപ് കുഴിയെടുക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പാലാരിവട്ടം പോലീസ് എത്തി മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി. ഇതിനിടെ മകൻ പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിലായിരുന്നു പ്രദീപെന്ന് പോലീസ് പറഞ്ഞു. പ്രമേഹരോഗിയായ അമ്മ മരിച്ചതിനെ തുടർന്ന് താൻ മറവു ചെയ്യുകയായിരുന്നുവെന്നാണ് പ്രദീപ് പോലീസിന് നൽകിയ മൊഴി. പ്രദീപ് സ്ഥിരം മദ്യപാനിയാണെന്നും പരിസരവാസികളുമായി ഇയാൾക്ക് വലിയ ബന്ധമില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ടയർ റിപ്പയറിംഗ് കട നടത്തുന്ന പ്രദീപിന് ഭാര്യയും 2 മക്കളുമുണ്ട്. എന്നാൽ സംഭവ സമയത്ത് പ്രദീപും അമ്മ അല്ലിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂവെന്നും നാട്ടുകാർ പറഞ്ഞു. പ്രദീപിന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്നും അസിസ്റ്റന്റ് കമ്മീഷണർ പി രാജ്കുമാർ പറഞ്ഞു. ഇൻക്വസ്റ്റ് നടപടികളും കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് നമുക്കൊരു ഫൈൻഡിങ്സ് പറയാൻ പറ്റും. മൃതദേഹം എത്ര ദിവസം പഴക്കമുണ്ട്? ഇന്നലെ രാത്രിയിലോ ഇന്ന് രാവിലെ ആയിരിക്കാം. മീഡിയ 1 കൊച്ചി. കാഞ്ഞിരപ്പള്ളിയിൽ സഹോദരനെയും മാതൃസഹോദരനെയും വെടിവെച്ച് കൊന്ന കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. കേസിൽ കോടതി നാളെ വിധി പറയും. 2022 മാർച്ചിലാണ് സ്വത്ത് തർക്കത്തെ തുടർന്ന് ജോർജ് അരുംകൊല ചെയ്തത്. വടകര ചോറോട് 9-കാരിയെ ഇടിച്ചിട്ട് കടന്നു കളഞ്ഞ കാർ ഉടമയ്ക്ക് ജാമ്യമില്ല. വിദേശത്തുള്ള പ്രതി ഷജീലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയത്. കാർ അപകടത്തിൽ പരിക്കേറ്റ ദൃശാന ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. അപകടത്തിൽ കുട്ടിയുടെ മുത്തശ്ശി മരിച്ചിരുന്നു. എറണാകുളം ഉദയംപേരൂരിൽ അങ്കണവാടി കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. കണ്ടനാട JB സ്കൂളിലെ 100 വർഷം പഴക്കമുള്ള കെട്ടിടമാണ് തകർന്നത്. വിദ്യാർത്ഥികൾ എത്തുന്നതിന് മുൻപ് അപകടം നടന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. അപകട സമയത്ത് കെട്ടിടത്തിനുള്ളിലുണ്ടായിരുന്ന ആയ ഓടി രക്ഷപ്പെട്ടു. വിദ്യാർത്ഥികൾ എത്തുന്നതിന് തൊട്ട് മുൻപാണ് സംഭവം. വിദേശ പരാമർശത്തിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവ് പരസ്യമായി മാപ്പ് പറയണമെന്ന് സുപ്രീം കോടതി കൊളീജിയം. വിവാദം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ പരസ്യഖേദ പ്രകടനം ആവശ്യമാണെന്ന് കൊളീജിയം യാദവിനോട് പറഞ്ഞതായാണ് സൂചന. അതേസമയം തന്റെ വാക്കുകൾ യഥാർത്ഥാർത്ഥത്തിൽ എടുത്തില്ലെന്ന് പൊതുവേദിയിൽ വ്യക്തമാക്കാമെന്നാണ് ജസ്റ്റിസ് SK യാദവ് സുപ്രീം കോടതി കൊളീജിയത്തെ അറിയിച്ചത്. മന്ത്രിമാറ്റത്തിൽ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയ്ക്കെതിരെ AK ശശീന്ദ്രൻ. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതാണ്. എന്നിട്ടും PC ചാക്കോ പാർട്ടിയിൽ അനാവശ്യ ചർച്ചയുണ്ടാക്കുന്നു. ഇത് NCPക്കുള്ള മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തുമെന്നും AK ശശീന്ദ്രൻ മീഡിയ 1-നോട് പറഞ്ഞു. മുഖ്യമന്ത്രി ഒന്നിലധികം തവണ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ നല്ലതുപോലെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ആ നിലപാട് അറിഞ്ഞിട്ടും നമ്മൾ ആ പാർട്ടി ആ പ്രശ്നവുമായി മുന്നോട്ട് പോകുന്നത് ഒരു നല്ല വിഭാഗം ആളുകൾ അതിനെ സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമായതുകൊണ്ട് ദേശീയ നേതൃത്വത്തിൽ ന്യായമായൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചങ്ങനാശ്ശേരിയിലെ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ അന്വേഷണം വിപുലപ്പെടുത്തി പോലീസ്. വാട്സാപ്പിന് അന്വേഷണ സംഘം കത്തയച്ചു. വാട്സാപ്പിൽ നിന്നും വിശദാംശങ്ങൾ ലഭിച്ച ശേഷം പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കും. ഫോൺ വിളി എവിടെ നിന്നെത്തിയതാണെന്ന് സ്ഥിരീകരിക്കാൻ കോൾ വിവരങ്ങൾ നിർണായകമാണ്. മുംബൈ പോലീസ് എന്ന പേരിൽ ഡോക്ടറിൽ നിന്ന് 5 ലക്ഷം രൂപയാണ് സംഘം തട്ടിയത്. സന്തോഷ് ട്രോഫിയിൽ കേരളം ക്വാർട്ടർ ഫൈനലിൽ. തുടർച്ചയായ 3-ാം മത്സരവും ജയിച്ചാണ് കേരളത്തിന്റെ ക്വാർട്ടർ പ്രവേശനം. ഒഡീഷയ്ക്കെതിരായ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് കേരളത്തിന്റെ ജയം. അജ്സലും നസീബുമാണ് ഗോളുകൾ നേടിയത്. ഐ-ലീഗിൽ ഗോകുലം കേരള FC ഇന്ന് രാജസ്ഥാൻ FC നേരിടും. അവസാന 4 മത്സരങ്ങളിൽ ഗോകുലം ജയം നേടിയിട്ടില്ല. നിലവിൽ 5 മത്സരങ്ങളിൽ നിന്ന് 1 ജയവും 3 സമനിലകളുമായി 6-ാം സ്ഥാനത്താണ് ഗോകുലം. ഐസ്വാൾ FCയെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസവുമായാണ് രാജസ്ഥാൻ കേരളത്തെ നേരിടാനിറങ്ങുന്നത്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലാണ് മത്സരം.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,070 രൂപ, പവന് 56,560 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,840 രൂപ, പവന് 46,720 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ. ഫസ്റ്റ് റൗണ്ട് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസിൽ ദിവ്യ ദിവാകരൻ.